ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജീവൂസ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ. തമ്പനയിൽ കണ്ടതുപോലെ പയറുതോരനാണ്, പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ പിന്നിൽ എന്താണ് കാരണമെന്നറിയണ്ടേ? അതെ, എന്താണെന്നോ ഞാൻ പറയാം. എൻ്റെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടായ പയറാണിത്. ജൈവവളം മാത്രം ഉപയോഗിച്ച് ഒത്തിരി സ്നേഹത്തോടു കൂടി വളർത്തിയെടുത്ത എൻ്റെ പയർ ചെടികൾ എനിക്ക് തന്ന ഒരു കുഞ്ഞു സമ്മാനം. ആദ്യം പറിച്ചപ്പോൾ ഇത്രയാണ് കിട്ടിയത് കേട്ടോ. പക്ഷെ കന്നിപ്പയറുകളെല്ലാം വിത്തിന് വെച്ചു. എൻ്റെ കുഞ്ഞു മകളുടെ കൈകളാണേ അത്. അവൾക്കും ഇതിൽ പണിയാനായിട്ടൊരാഗ്രഹം. എന്നാൽ നടക്കട്ടെ എന്ന് വെച്ചു ഞാൻ. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നും കിട്ടിയ പയറായത് കാരണം അല്പമുള്ളെങ്കിലും അതിൻ്റെ കൂടെ മറ്റു കൂട്ടുകളൊന്നും ചേർക്കാതെ ഒരു തോരൻ വെക്കാമെന്ന് കരുതി. അപ്പം തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്ന് എൻ്റെ പപ്പ പറഞ്ഞു. അതിൻ്റെ വെള്ളം പറ്റിപ്പോകരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും തുടങ്ങിയേക്കാം. ഒരു നല്ല ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട് ഞാൻ. അതിലോട്ട് പയറിനാവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ച് അതിലോട്ട് ചുവന്ന മുളകും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഇടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ചതച്ച കൂട്ട് അതങ്ങ് എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വരുമ്പോൾ പ്രത്യേക മണം വരും. അതൊരനുഭൂതി തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പില, അവനില്ലാത്ത കച്ചവടം നമുക്കില്ലല്ലോ. അതൊന്ന് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അത് പാകമായി കഴിയുമ്പോൾ നമ്മുടെ സവാളകളെ അങ്ങോട്ട് ചേർക്കാം. ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പയറല്ലേ ഉള്ളൂ, ഇച്ചിരി നീളത്തിൽ കിടക്കട്ടേന്നേ, ഇരിക്കട്ടെ അവിടെയും ഒരു മുട്ട്. ഇതിപ്പോൾ സവാളത്തോരനാണല്ലോ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കരുതും. അല്ല കേട്ടോ, കുറച്ച് പയറല്ലേ ഉള്ളൂ, എല്ലാവരിലോട്ടും എത്തിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണേ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ടിട്ട് നമുക്ക് ആ സവാളയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നത് പോലെ അങ്ങ് ഉടഞ്ഞൊന്നും പോകരുത് കേട്ടോ. സവാള അങ്ങനെ കിടക്കട്ടെ, അവൻ പയറിൻ്റെ കൂടെ കിടന്നങ്ങ് മെരുങ്ങിക്കോളും. നമുക്ക് തോരനിലോട്ട് ആവശ്യമായിട്ടുള്ള ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് കൊടുക്കാം. ഞാൻ പച്ചമുളകോ മറ്റു മുളക് പൊടിയോ ഒന്നുകൂടി എരിവിനായിട്ട് ഉപയോഗിച്ചിട്ടില്ല. നല്ല ചുവന്ന മുളക് ഇടിച്ച് ചേർത്തിരിക്കുന്നത് തന്നെ ധാരാളം. ഇതാ നോക്കിയേ, ഈ ഒരു പരുവം, സവാള അങ്ങ് ഉടഞ്ഞ് വരണ്ട് പോകാതെ ഈ ഒരു പരുവത്തിൽ നമുക്ക് നമ്മുടെ പയറിനെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നല്ല ഹൈലി ഫ്രഷ്ഡ് ആയിട്ടുള്ള, ഓർഗാനിക് ആയിട്ടുള്ള, ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള എന്ത് പറഞ്ഞാലും മതി വരില്ല. കാരണം അടുക്കള തോട്ടത്തിൽ കൃഷി ചെയ്തിങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സന്തോഷം അത് മറ്റൊന്നാണ്. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ കർഷകരുടെയൊക്കെ സന്തോഷം ഒന്ന് ഓർത്ത് നോക്കിക്കല്ലേ. പക്ഷെ അവർക്ക് എന്താണ് കിട്ടുന്നത്? ഒന്നുമില്ല. 18 മണിയാണെന്നും പറഞ്ഞ് തന്ന പയറാണ് കേട്ടോ. അല്ല, ഇതിൻ്റെ ഉള്ളിൽ 20 മണി ഉണ്ടായിരുന്നു. എണ്ണി നോക്കി എൻ്റെ പപ്പ. നന്നായി, 2 പയർമണികൾ ദൈവം ഞങ്ങൾക്ക് തന്ന ബോണസ് ആയിരിക്കും അല്ലേ. ഭാഷയിൽ പറഞ്ഞാൽ തട്ടിപ്പൊത്തി മൂടി വെച്ച് വേവിക്കണം കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് കാരണം ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. ഫ്രഷ് പയറായത് കാരണം പയറിൽ നിന്നും ഒരു വാട്ടർ കണ്ടൻറ്റ് പുറത്തോട്ട് വരും. അതുപോലെ തന്നെ മൂടി വെക്കുന്നത് കാരണം ആ ഒരു വാട്ടർ കണ്ടൻറ്റും അതിലുണ്ടാകും. വേവാനുള്ള വെള്ളത്തിൻ്റെ അംശം അതിൽ തന്നെ ഉണ്ട് കേട്ടോ. ബഹുജനം പലവിധം എന്നാണല്ലോ ഒരു പഴഞ്ചൊല്ല്. അതുപോലെ തന്നെയാണ് കുക്കിങ്ങിലും. ഒരേ കറിയായിരിക്കും, കറിയുടെ പേരെല്ലാം ഒന്നായിരിക്കും, ചിലയിടത്ത് വ്യത്യാസം കാണും കേട്ടോ. നമ്മളുടെ നാട്ടിൽ മെഴുക്ക് വരട്ടി എന്ന് പറയും, തൃശ്ശൂർ ഭാഗത്തേക്ക് പറയുന്നത് അതിന് ഉപ്പേരി എന്നാണ്. ഞങ്ങളൊക്കെ അവിടെ പോയപ്പോൾ ആദ്യം ഉപ്പേരി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കാവർത്തത് ചിപ്സ് അങ്ങനെയുള്ളതാണ് മനസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടെ അതിനങ്ങനെയാണ് പറയുന്നത്. പല രീതിയിലാണ് പയറിൻ്റെ തോരൻ പലരും ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ രീതിയിൽ ഉണ്ടാക്കുന്നതിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ല, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് എന്നുള്ള ചോദ്യമല്ല. പല വിധം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഒരു വിധമാണ് ഇതൊരു നല്ല അധികം മൂത്ത് പോകാത്ത തേങ്ങയുണ്ട്. തേങ്ങ ചിരണ്ടിയത് 1 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പെന്ന് പറഞ്ഞാൽ വലിയ കപ്പല്ല കേട്ടോ, ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ ഉള്ളിൽ ഇച്ചിരി വാട്ടർ കണ്ടൻറ്റൊക്കെ നിൽക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇളക്കി പിരിച്ചിട്ട് അതിനെ ഒന്ന് ഡ്രൈ ആക്കി, ഒരുപാട് ഡ്രൈ അല്ല കേട്ടോ, നമ്മുടെ പാത്രത്തിന് എടുക്കണം കേട്ടോ. ഇനിയാണ് ഇവന് കൂട്ടി നല്ല ചോറ് കഴിച്ചിട്ട് എന്ത് ടേസ്റ്റാണെന്നോ. മുളകൊക്കെ നോക്കിയേക്കണേ, വിട്ടുപോകരുതേ. നമ്മളുണ്ടാക്കുന്ന കറികളെല്ലാം, ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം കാണാൻ ഭംഗിയുണ്ടെങ്കിലേ കഴിച്ചു നോക്കാൻ തോന്നാറുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ കാണാൻ ഭംഗിക്ക് വേണ്ടി ഞാൻ ചേർക്കുന്ന ഒരു എന്താണ് എനിക്ക് അത് പ്രത്യേക ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പല പേരുകൾ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് നിങ്ങൾ മസ്റ്റായിട്ട് നിന്നിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ ഓക്കെ, ഇങ്ങനെയല്ല
ഉണ്ടാക്കുന്നത് എങ്കിൽ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. തേങ്ങയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ്. സവോളയും തേങ്ങയും പഴവും ഒക്കെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നിർദ്ദേശങ്ങളും പരാതികളും കമൻറ്റ് ചെയ്യണം, പിന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം.